അപ്പോൾ നാളെയാണ് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നത്. ഞാനപ്പോൾ ഗിഫ്റ്റൊന്നും പർച്ചേസ് ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ ചേട്ടനെയും വിളിച്ചുകൊണ്ട് ഓഫീസ് വിട്ട് വന്നപ്പോഴേക്കും ആളെയും വിളിച്ചുകൊണ്ട് ഞാൻ അങ്കമാലിക്ക് പോയായിരുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇത് ഞങ്ങൾ ആദ്യം കയറി കടയാണ് കേട്ടോ, അങ്കമാലി തന്നെയാണ്. പക്ഷേ എനിക്കതവിടെ ഭയങ്കര ഇഷ്ടമൊന്നും ആയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് വേഗം പോയത് CJ-ലോട്ടാണ്. ഞങ്ങളെപ്പോഴും ഈ ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇവിടേക്കാണ് വരാറ്. ക്ലോക്കാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഈ ലൈറ്റ് നോക്കിയാണ് ഞാൻ മെയിനായിട്ട് പോയത് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ ആ ക്ലോക്ക് കണ്ടപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി, അത് പർച്ചേസ് ചെയ്തു. പിന്നെ ഒത്തിരി നല്ല നല്ല പുതിയ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഗിഫ്റ്റിൻ്റെ ഓരോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാം കണ്ടിട്ട് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ വീട് ഒരെണ്ണം വെച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് ഞാൻ അവിടെ ഇരുന്ന് ചേട്ടനോട് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പെയിൻറ്റിങ് ഒക്കെ ഇല്ലേ, അതെനിക്കും ചേട്ടനും ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്ക് വീട് വെച്ചിട്ട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംസാരിച്ചാണ് അവിടെ ഓരോന്ന് ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അത്രയും നോക്കിയാൽ എനിക്ക് ആ ക്ലോക്കാണ് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അത് പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങളൊന്ന് സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല തൂക്കാനായിട്ട് വീട്ടിൽ. അപ്പോൾ സ്റ്റാർ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ക്രിസ്മസിൻ്റെ തലേ ദിവസമായി എന്നാൽ കൂടി ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർ മേടിച്ച് ന്യൂ ഇയർ ആവുന്നല്ലേ ഉള്ളൂ സ്റ്റാർ തൂക്കാമെന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതുകൂടാതെ കുറച്ച് പർച്ചേസും കൂടി നടത്തിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലൊരു ഡയറി മിൽക്കും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ മേടിച്ച് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിട്ടാപ്പള്ളിയിലേക്കാട്ടോ വരുന്നത്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് കരോള് പോകുന്നുണ്ടായിരുന്നു, അത് ജസ്റ്റ് കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പിട്ടാപ്പള്ളി കയറി. അവിടെ ലിജോ ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ പിട്ടാപ്പള്ളി കയറുമ്പോഴൊക്കെ ആ ചേട്ടനെയാണ് കണക്ട് ചെയ്യാറ്. ആൾ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യും. ആൾ നന്നായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതുകൊണ്ട് തന്നെ അവിടെ കയറിയാൽ ലിജോ ചേട്ടനെയാണ് ഞങ്ങൾ ചോദിക്കാറ്. അപ്പോൾ ചേട്ടനാണ് ഇതൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. ഇത് സ്പ്രേ വരുന്ന പുതിയൊരു ടൈപ്പ് അയൺ ബോക്സാണ്. ഞങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞു. മറ്റേ സ്റ്റീമിൻ്റെ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ സ്പ്രേ ഇല്ലാത്ത ടൈപ്പ് സ്റ്റീമിൻ്റെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഫിലിപ്സിൻ്റെ. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നു. അത് ബില്ലടിക്കുമായിരുന്നു ആ കൂട്ടത്തിൽ. ബാക്കിയൊന്ന് ഷോറൂമിൽ നമ്മൾ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് അതിൽ കൂടെ നടന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോഴേക്കും ആ ചേട്ടൻ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് വീട്ടിലോട്ട് പോയി. ഓഫീസ് വിട്ട് വന്നതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണമുണ്ടാകും.